ജേണലായിട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ജേണലിങ് ചെയ്താലോ? അപ്പം ഞാൻ ഡയറി എടുക്കുകയാണ്, ക്രോമിൻ്റെ ഡയറിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ജേണൽ ചെയ്യാം. ഇങ്ങനത്തൊക്കെ വരയ്ക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ, ഒക്കെ അങ്ങനത്തെ വരയ്ക്കണം. അപ്പം ഞാനൊരു സിമ്പിളായിട്ടുള്ള ജേണലാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഞാനിതായിട്ടാണ് ജേണൽ യൂട്യൂബിൽ നോക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജേണലിങ് ഇടാന്ന്. അങ്ങനെന്താ ഞാൻ യൂട്യൂബിൽ ഇടാത്ത കുറേ ജേണൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഏപ്രിലായിട്ട് ചെയ്തൊരു ജേണലാണ്, മാർച്ച്. പിന്നെ ഒരു സി എന്ന് പറഞ്ഞിട്ട് ഒരു കടലിൻ്റെ ആയിട്ടൊന്ന് ചെയ്തതാണ് ഞാൻ. പിന്നെ ഇങ്ങനെ ഒരു കുപ്പായത്തിൻ്റെ ഒക്കെ ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തതാണ്. പിന്നെ ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ടൈം സ്വീറ്റ് വേൾഡ് യമ്മി എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. പിന്നെ മെയ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ജൂൺ എന്ന് പറഞ്ഞിട്ട്, പിന്നെ യമ്മി വാവ് ലൈക്ക് അങ്ങനെ എഴുതിയിട്ടാണ് ചെയ്തതാണ്. പിന്നെ ഇങ്ങനെ ജേണലുകൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ ഇന്നലെ ചെയ്തതാണ്. പിന്നെ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ജേണൽ ചെയ്യാം കേട്ടോ. ഓരോ ദിവസം ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ കിട്ടുന്നുണ്ടാവും കേട്ടോ യൂട്യൂബിൽ. നമുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം ഞാൻ എൻ്റെ കൊറോണയുടെ പൗച്ച് എടുത്തിട്ട് കൊറോണയുടെ പൗച്ച് എടുത്തേക്കാം. കൊറോണയുടെ പൗച്ച് തുറന്നേക്കാം. കൊറോണയുടെ പൗച്ച് വെക്കുമ്പോൾ അലങ്കോലാണ്, എനിക്ക് വൃത്തിയാക്കണം കേട്ടോ. അപ്പം ഞാൻ ഇനി കൊറോണയുടെ പൗച്ചിൽ നിന്ന് അങ്ങനെ എടുക്കുന്ന വെച്ചിട്ട് റേസർ പുറത്തെടുക്കണം. കാരണം എനിക്ക് റേസർ അത്ര അത്യാവശ്യമൊന്നുമില്ല, എന്നാലും റേസർ വയ്ക്കാനാണ് കേട്ടോ. എന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ വർക്ക് ചെയ്യും. ഇതിൽ നമ്മൾ ക്രോഷി ഉണ്ടാക്കാനുള്ള കുറേ ഇതാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ജേണലിങ് തുടങ്ങാതെ അത് ഞാൻ ഇവിടുന്ന് ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള സ്കെച്ചാണ് എടുക്കുന്നത്. 2 ഷെയ്ഡുണ്ട്, 3 ഷെയ്ഡുണ്ട്. എനിക്കിത് രണ്ടുമാണ് ഇഷ്ടം. ഞാൻ ഫസ്റ്റ് ഇതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പിങ്കിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ കാണിച്ചു തരാതെ. ഇങ്ങനെയായിട്ടൊരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെയും കൂടി ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നില്ല കേട്ടോ. ഇതിലൊരു സ്റ്റിക്കേഴ്സ് ഒട്ടിക്കും, ഒരു ചെറുതായിട്ടുള്ള. ഇനി നമുക്ക് ലൈറ്റ് കൊടുക്കാതെ പിങ്ക് ഉടച്ചിട്ട് ലൈറ്റ് എടുക്കാം. ലൈറ്റ് എടുത്തേക്കാം. ലൈറ്റ് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ലൈറ്റ് ഒരു ഗ്രീൻ എടുക്കാവേ. ഗ്രീൻ മാത്രമല്ല, ഗ്രീനും പിന്നെ ഒരു യെല്ലോയും ഈ ഒരു കളറും ലൈറ്റ് ബ്ലൂ ആയിട്ട് ലൈറ്റായിട്ടുള്ളതാണ്. ഇതാണ് ലൈറ്റ് ബ്ലൂ വെച്ചാൽ നോക്കട്ടെ. ഇതാണ് ലൈറ്റ് കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ യെല്ലോ കൊണ്ട് നമുക്കൊരു പരിപാടിയുണ്ട്. ആ പരിപാടി ചെറിയ പരിപാടി. അതെങ്ങനെ വെച്ചാൽ കുറച്ച് വലിയ വരയാണ് കേട്ടോ. ഇങ്ങനെയായിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത കളർ എടുത്തേക്കാം കേട്ടോ. കളർ ഏതാ വെച്ചാൽ ഈ ഒരു കളറാണ് കേട്ടോ. ഈ കളർ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ കളർ കൊണ്ടുള്ള ഉപകാരം, നമ്മൾ ഇവിടെ കുറച്ച് വർക്ക് വിട്ടിട്ടില്ലേ, ഇവിടെ ഇതാ ഇങ്ങനെ എഴുതി വെക്കണം. ഇങ്ങനെയായിട്ട് ഇങ്ങനെ വലിയ വരയാണ്
കൊളാക്കി വരച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങളതന്നെ ലാസ്റ്റ് കണ്ടോളൂ കേട്ടോ. കുറച്ച് കൊള്ളാന്ന് എനിക്ക് തോന്നി കേട്ടോ. നമുക്ക് ഗ്രീൻ എടുക്കാതെ ഗ്രീൻ എടുക്കാം. ഗ്രീനിപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഗ്രീൻ ഒരു പർപ്പിളായിട്ട് കൊടുക്കാം. പർപ്പിളൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അടിപൊളിയാണ് പർപ്പിളൊക്കെ കൊടുക്കുമ്പോൾ കാണാൻ. ഇനി ഞാനൊരു ലൈറ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു കുഞ്ഞിത് കൊടുത്തു, കുഞ്ഞിതായിട്ടുള്ളത് അതും കൊടുത്തു. ഇനി നമുക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കാം. ഞാനൊരു ലൈറ്റ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് ബ്ലൂ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത് കേട്ടോ. നമുക്കിഷ്ടമായി. ഇനി അടുത്തൊരു ടാസ്ക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ ഇതിന് കുറച്ച് സ്റ്റിക്കേഴ്സ് എടുക്കണം. സ്റ്റിക്കേഴ്സ് എടുക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. കവർ സ്റ്റിക്കർ ഇട്ടുകൊണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒട്ടിച്ചേക്കാം കേട്ടോ. ഞാൻ ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിരിക്കുന്നത് നമുക്ക് എഴുതാനും. ഒരു ബ്ലാക്ക് പെന്നെടുക്കാം കേട്ടോ. ഒരു ബ്ലാക്ക് പെന്നെടുത്തു നമുക്ക് എഴുതാം കേട്ടോ. ഇവിടെ നിന്ന് എഴുതുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ എഴുതിയിരിക്കണം. എന്തൊക്കെ എഴുതി കൂട്ടിയിരിക്കുകയാണ് ഒന്ന് വായിക്കേണ്ട കേട്ടോ. ഇനി ഇങ്ങനൊരു പപ്പിൾ ഞാൻ വരച്ചു കൊടുത്തു കേട്ടോ. ഫുള്ള് പപ്പിളുകൊണ്ടൊന്നും വരച്ചിരിക്കരുത് കേട്ടോ. എനിക്ക് ലൈറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചെടുത്തത്. ഇനി ഇത് കൊടുക്കാം. കുഞ്ഞിലാവും കൂടെ നമുക്ക് ഉണ്ടോ. ഇനി ഇവിടെ ആയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കാം. അത് കുറച്ച് കൊള്ളാമെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായില്ല. എല്ലായിടത്തും ഇത് രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതാണ് നമ്മളുടെ ഡയറിയിൽ ഞാൻ ചെയ്തൊരു ചാനൽ കേട്ടോ. ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ചാനലാണ്. നിങ്ങൾക്ക് ഏതാ മതി കമൻറ്റ് ചെയ്യണേ. ഏതാണോ അല്ലെങ്കിൽ ഇതാണോ ഫസ്റ്റ് വണ്ണാണോ സെക്കൻഡ് വണ്ണാണോ. എല്ലാവർക്കും ബൈ. ഇന്നത്തെ ചാനൽ ഇതോടെ നിർത്തിയിരിക്കുന്നു. കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ.